അപ്പോൾ ഇന്നൊരു യാത്രയാണ്. എവിടേക്കെന്ന് ആദ്യമേ ഇസ അതിനകത്ത് പറയുന്നുണ്ട്, എസ്റ്റൽ ഹൗസിൽ പോവാന്ന്. അതെൻ്റെ സിസ്റ്ററുടെ മോളാണ്. അപ്പം അവരിന്ന് അയർലൻഡിൽ നിന്ന് യുകെയിലോട്ട് വരുവാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ കൂടെ 2 ആഴ്ച നിൽക്കാൻ അവളും കുഞ്ഞുങ്ങളും കൂടി ഇന്ന് വരുവാണ്. അപ്പം അവരെ പിക്ക് ചെയ്യാൻ ഞങ്ങൾ ബ്രിസ്റ്റോൾ എയർപോർട്ടിലോട്ട് പോകുന്ന ഒരു യാത്രയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ബ്രിസ്റ്റോൾ എയർപോർട്ടിലൊക്കെ ഏകദേശം 45 മിനിറ്റ് ഉണ്ട്. പക്ഷേ ഈവനിങ് സമയമൊക്കെ ആണെങ്കിൽ അത് ഒരു മണിക്കൂറോളം സമയമെടുക്കും ട്രാഫിക്കൊക്കെ. കാരണം ബ്രിസ്റ്റോളിൽ അത്യാവശ്യം നല്ല ട്രാഫിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പാലമൊക്കെ കടന്ന് ബ്രിസ്റ്റോൾ എയർപോർട്ടിലെത്തി. അവൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പം ഞങ്ങൾ നേരെ പിക്കപ്പ് പോയിന്റിൽ പോയി വണ്ടി നിർത്തി. 20 മിനിറ്റ്സ് വരെ നമുക്ക് അവിടെ നിർത്താം. പോയി അവരെ എടുത്തു. അമ്മാച്ചനും അനന്തരവത്തിയും കാണുന്ന സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. വണ്ടിയിൽ കയറിയ ഉടനെ പിന്നെ അവർ ഫ്ലൈറ്റ് ഉച്ച സമയത്തുള്ള ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് കയറി വന്നപ്പോഴത്തേന് കുഞ്ഞിന് വിശക്കുന്നു എന്ന് പറഞ്ഞു. സോ കുഞ്ഞിന് കഴിക്കാൻ ഫുഡ് മേടിക്കാൻ ഞങ്ങൾ കയറിയതാണ്. കഴിച്ചത് ആരാന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മോട്ടോർവേയിൽ നിർത്തി കുഞ്ഞിന് ഡൈപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അത് നിങ്ങൾ കണ്ടല്ലോ ആരാണ് മേടിച്ച ഫുഡൊക്കെ കഴിച്ചതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെത്തി. അവർ നാട്ടിൽ വെച്ച് 5-6 മാസം ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ്. കുഞ്ഞ് സമയമെടുത്തു ഞങ്ങളോടൊക്കെ അടുക്കാൻ. 8 മാസമേ ആയുള്ളൂ. സോ അവളിങ്ങനെ എല്ലാവരെയും നോക്കി ഇങ്ങനെ ഇരിക്കുക. സോ ഇവർ രണ്ടും കണ്ട ആദ്യത്തെ സന്തോഷത്തിൽ ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ്. ഇത് ഈ ഒരു ദിവസമേ ഉള്ളൂ. പിറ്റേ ദിവസം തൊട്ടുള്ള കഥകൾ വേറെയാണ്, അടിയാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മേലെ ചെന്ന് അങ്ങോട്ട് കുസൃതി തുടങ്ങി. പക്ഷേ കുസൃതി പാർട്ടിയുടെ നേതാവ് ആരാന്ന് നമുക്ക് കാണാം. ഇപ്പം വരും. അവളാണ് അതിൻ്റെ പാർട്ടിയുടെ നേതാവ്. മറ്റവളെ കൂടെ ഇങ്ങനെ കാണിക്കുക. അനക്കമൊന്നും ഇല്ലെന്ന് കണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നതായിരിക്കും ഇവരുടെ പരിപാടി. അങ്ങനെ ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് പിന്നെ 2 ആഴ്ചക്കാലം ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചു. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.